ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്ലൻഡിലെ സതേൺ പാർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഡെവൻപോർട്ട് എന്ന സീസൈഡ് വില്ലേജാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ആയാലും ലോക്കൽസ് ആയാലും ഓക്ലൻഡിൽ എത്തിപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഡെവൻപോർട്ട്. ഡെവൻപോർട്ട് എന്ന പേര് കിട്ടുന്നതിന് മുമ്പേ ഈ സ്ഥലത്തിനെ വിളിച്ചിരുന്നത് ഫ്ലാഗ്സ്റ്റാഫ് എന്നാണ് 1841. കാരണം ഇവിടെ ഒരു സിഗ്നലിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ 1848 ഡെവൻപോർട്ട് എന്ന് പേര് മാറ്റി ഈ സ്ഥലത്തെ വിളിക്കുകയുണ്ടായി. ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ മനോഹരമായ ഒരു പാർക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ് ഡെവൻപോർട്ട്. ഇവിടെ നിങ്ങൾക്ക് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെവൻപോർട്ട് വാർഫാണ്. ഇതിനകത്ത് ആർട്ട് ഗാലറി, റെസ്റ്റോറൻറ്റ്, പിന്നെ ഫെറി ടെർമിനൽ ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. സമ്മർ ടൈം ആയിരുന്നിട്ട് പോലും ഇവിടെ നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെട്ടു. കടലിൻ്റെ മനോഹരമായ കാഴ്ചകളിലൊന്ന് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. ഈ പാലത്തിന് ഏകദേശം ഒരു 150 മീറ്ററോളം നീളമുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ബോട്ട്സ് ഇങ്ങനെ കടലിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ ആൾക്കാർ ഹോബിക്ക് വേണ്ടി ഫിഷിങ്ങിനായിട്ട് പോകുന്ന ബോട്ടുകളാണ്. ഇവിടുത്തെ ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. ഡെവൻപോർട്ട് എന്ന പേര് നമുക്ക് കേൾക്കുന്നത് പോലെ തന്നെ ഇതൊരു പോർട്ട് ഏരിയയാണ്. ഈ കടലിൻ്റെ അപ്പുറത്തെ വശമായിട്ട് നമുക്ക് പോർട്ട് കാണാനായിട്ട് സാധിക്കും. അത് ഈ വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒട്ടും ബോറടി തോന്നാത്ത കുറച്ച് നല്ല സമയം നമുക്ക് ഈ സ്ഥലത്ത് ചിലവഴിക്കാനായി സാധിക്കും. ഓക്ലൻഡ് സിറ്റിയുടെ ഒരു നല്ല
മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ലഭ്യമാണ്. ഡെവൻപോർട്ട് സ്ഥിതി ചെയ്യുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഓക്ലൻഡ് സിറ്റി. ഓക്ലൻഡ് സിറ്റിയുടെ മറ്റൊരു പേരാണ് സ്കൈ സിറ്റി. ഞാൻ ഏകദേശം ഈ സ്ഥലത്ത് ഒരു 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഒട്ടും ബോറടി അനുഭവപ്പെട്ടില്ല. ഓക്ലൻഡ് സിറ്റിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് നമുക്ക് പോർട്ടും കാണാനായിട്ട് സാധിക്കും. അവിടെ ചരക്ക് കപ്പലുകളെല്ലാം വന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഒപ്പം നമുക്ക് ഫെറി പോകുന്നതും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്യം സി ഡാൽഡി എന്ന് പറയുന്ന ഒരു സ്റ്റീം എൻജിൻ ബോട്ടാണ്. ഇത് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. ചില പ്രത്യേക ദിവസങ്ങളിൽ ടൂറിസ്റ്റിനെയും കൊണ്ട് ഇത് യാത്ര നടത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെവൻപോർട്ട് ഫെറി ടെർമിനലാണ്. ഇവിടെ നിന്നാണ് ടൂറിസ്റ്റുകൾ ഫെറിയിൽ കയറി സീ വ്യൂ ആസ്വദിക്കാനായി പോകുന്നത്. നമുക്കവിടെ ഒരു ക്രൂയിസ് ഷിപ്പ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നേരെയായിട്ട് നമുക്ക് ഓക്ലൻഡ് ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുന്നതാണ്. ഒപ്പം തന്നെ നേവൽ ബേസും കാണാനായിട്ട് സാധിക്കും. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഡെവൻപോർട്ട് വാർഫാണ്. ഇതിനുള്ളിൽ ആർട്ട് ഗാലറി, പിന്നെ ഫെറി ടിക്കറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ ഓരോ സർവീസസ് അവൈലബിൾ ആണ്. അതിമനോഹരമായ ഓക്ലൻഡ് സിറ്റിയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ദിവസത്തിൻ്റെ ഒട്ടുമിക്കവാറും സമയങ്ങളിൽ ഇവിടെ ബസ് സർവീസ് അവൈലബിൾ ആണ് ഓക്ലൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ. ഓക്ലൻഡ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കും ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുന്നത് ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി പിന്നെ ഒരിക്കൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.